Welcome students, welcome back to BK Zoology classes. So, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിൽ പെട്ടിട്ടുള്ള ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ നമ്മൾ ഇംപ്ലാന്റേഷൻ വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇംപ്ലാന്റേഷന് ശേഷം ഇനി നെക്സ്റ്റ് വരുന്ന ജസ്റ്റേഷൻ ആൻഡ് പാർച്ചുറേഷൻ, ആ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ജസ്റ്റേഷൻ ആൻഡ് പാർച്ചുറേഷൻ. സോ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ആണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞതാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്. ആ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ മുഴുവനായി ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്തൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നത് നോക്കുക. ഗാമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, fertilization, implantation, gestation and parturition. എന്താ ഗാമറ്റോജെനസിസ്? ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഗാമേറ്റിൻ്റെ ഫോർമേഷനാണ്. ഗാമേറ്റിൻ്റെ ഫോർമേഷൻ, മെയിൽ ഗാമേറ്റ് ആയ സ്പേമിൻ്റെ ഫോർമേഷന് സ്പെർമാറ്റോജെനിസിസ് എന്നും, അതേപോലെ ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഓവത്തിൻ്റെ ഫോർമേഷന് ഊജെനിസിസ് എന്ന് പറയും. സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ്. ദെൻ there is insemination. It is the insertion of the semen into the female genital tract. ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിൻ്റെ ഓപ്പണിംഗ് ആയ വെജൈനയ്ക്കകത്തേക്ക് ഈ സെമനെ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഇൻസെമിനേഷൻ. നെക്സ്റ്റ് പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ സെമൻ അങ്ങോട്ട് വന്നു, അതേപോലെ ഓവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബിളിൽ വെച്ച് ഫെർട്ടിലൈസ് ചെയ്തു. അപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ സൈഗോട്ട് ഫോം ചെയ്തു. ആ സൈഗോട്ടിൻ്റെ സെൽ ഡിവിഷൻ പറഞ്ഞ പേരാണ് ക്ലീവേജ്. 2 സെല്ലായി, 4 സെല്ലായി, 8 സെല്ലായി, 16 സെല്ലാകുമ്പോൾ അതിന് പറഞ്ഞ പേരാണ് മോറുല. മോറുല പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് പറഞ്ഞ പേരാണ് ബ്ലാസ്റ്റുല എന്ന് പറയും. ആൻഡ് ബ്ലാസ്റ്റുല ഫർദർ ഡെവലപ്സ് ടു ബ്ലാസ്റ്റോസിസ്റ്റ്. എന്താ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പ്രത്യേകത? ബ്ലാസ്റ്റോസിസ്റ്റിന് 2 ലേയേഴ്സാണ്. ഔട്ടർ ലെയർ ആയിട്ടുള്ള ട്രോഫോബ്ലാസ്റ്റും അതേപോലെ ഇന്നർ സെൽ മാസ്. ഔട്ടർ ലെയർ ആയിട്ടുള്ള ട്രോഫോബ്ലാസ്റ്റ് ഉണ്ട്, ഇന്നർ സെൽ മാസ് ഉണ്ട്. ദെൻ ദ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണ്. അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് ടു ദ എൻഡോമെട്രിയം. യൂട്രസിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്ത് അതിനകത്ത് എംബഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഇംപ്ലാന്റേഷൻ. ആൻഡ് ഇംപ്ലാന്റേഷൻ ഒക്കേഴ്സ് ഇൻ ദ സ്റ്റേജ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ജസ്റ്റേഷൻ ആൻഡ് പാർച്ചുറേഷൻ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ജസ്റ്റേഷൻ. സോ ജസ്റ്റേഷനാണ്. ജസ്റ്റേഷൻ ഈസ് ദ ഡെവലപ്മെൻറ്റൽ പീരീഡ് ആണ്. ജസ്റ്റേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ മുതൽ പാർച്ചുറേഷൻ വരെയുള്ള ആ ലോങ് പീരീഡിനെ പറഞ്ഞ പേരാണ് ജസ്റ്റേഷൻ. ആൻഡ് ജസ്റ്റേഷനിൽ നമ്മളിവിടെ എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ എവിടെയാണ് എംബ്രിയോ ഉള്ളത്? എംബ്രിയോ ഈസ് ഇംപ്ലാന്റഡ് ഇൻ ദ എൻഡോമെട്രിയം ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിനകത്ത് അറ്റാച്ച് ചെയ്ത് ഇംപ്ലാന്റ് ചെയ്തിരിക്കുകയാണല്ലോ. ആ എൻഡോമെട്രിയത്തിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള അവിടെയുള്ള എംബ്രിയോൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. സോ നമുക്കറിയാം ഇപ്പോൾ ഉള്ള സ്റ്റേജ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ഡബിൾ ലെയർഡ് ആണ്. ഔട്ടർ ലെയറായ ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസുമാണ്. നമുക്കറിയാം ഔട്ടർ ലെയറായ ട്രോഫോബ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷനാണ് formation of placenta and inner cell mass develops to embryo. സോ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് പ്ലാസൻ്റ ഉണ്ടാവണം. ട്രോഫോബ്ലാസ്റ്റിൻ്റെ മുകളിൽ ഫിംഗർ ഷേപ്പ് പ്രോസസ്സുകൾ ഫോം ചെയ്യും, നോൺ ആസ് വില്ലി. ദേ ആർ നോൺ ആസ് കോറിയോണിക് വില്ലി എന്ന് പറയും. സോ ഈ ട്രോഫോബ്ലാസ്റ്റിൻ്റെ മുകളിൽ കാണുന്ന ഫിംഗർ ഷേപ്ഡ് ആയ പ്രോസസ്സുകൾ പറഞ്ഞ പേരാണ് കോറിയോണിക് വില്ലി. ദ കോറിയോണിക് വില്ലി ആർ സറൗണ്ടഡ് ബൈ മറ്റേണൽ ബ്ലഡ് ആൻഡ് യൂട്രൈൻ ടിഷ്യൂ. എന്താ മറ്റേണൽ ബ്ലഡ് എന്ന് വെച്ചാൽ? മറ്റേണൽ എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ബ്ലഡാണ്. മറ്റേണൽ മീൻസ് മദറാണ് ആൻഡ് പറ്റേണൽ ആണ് ഫാദർ. സോ മദറിൻ്റെ ബ്ലഡും അതേപോലെ യൂട്രസിൻ്റെ ടിഷ്യൂവുമാണ് ഈ വില്ലയുടെ സറൗണ്ടിങ് ഏരിയയിലുള്ളത്. കോറിയോണിക് വില്ലി ഇൻ്റർഡിജിറ്റേറ്റ് വിത്ത് ദ യൂട്രൈൻ ടിഷ്യൂ. യൂട്രസിൻ്റെ ടിഷ്യൂമായിട്ട് ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പ്ലാസൻ്റ ഫോം ചെയ്യുന്നത്. അതാണ് പ്ലാസൻ്റ എന്ന് പറയുന്നത്. എന്താ ഈ പ്ലാസൻ്റ എന്ന് വെച്ചാൽ? പ്ലാസൻ്റ ഇസ് എ ഫിസിയോളജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ഫീറ്റസ്. മദറും ഫീറ്റസും തമ്മിലുള്ള ഒരു ഫിസിയോളജിക്കൽ കണക്ഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ് അല്ലെങ്കിൽ എംബ്രിയോയും മദറും തമ്മിലുള്ള കണക്ഷൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റാണ് പ്ലാസൻ്റ. അപ്പോൾ പ്ലാസൻ്റ ഫോം ചെയ്തു. ഇനി ഈ പ്ലാസൻ്റേനെ ഫീറ്റസുമായിട്ട് കണക്ട് ചെയ്യുന്നതാരാ?
പ്ലാസൻ്റെനെ ഫീറ്റസുമായി കണക്ട് ചെയ്യുന്നത് അംബ്ലിക്കൽ കോഡാണ്. അംബ്ലിക്കൽ കോഡ്, പൊക്കിൾ കൊടി എന്ന് പറയും. കേട്ടില്ലേ പൊക്കിൾ കൊടി? ആ പൊക്കിൾ കൊടി അംബ്ലിക്കൽ കോഡാണ് പ്ലാസൻ്റെയും ഫീറ്റസും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. പ്ലാസൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. മദറിൽ നിന്ന് ഈ ഫീറ്റസിൻ്റെ ബോഡിക്കകത്തേക്ക് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതേപോലെ റെസ്പിറേറ്ററി ഗ്യാസുകളെ, ഓക്സിജനെ മദറിൻ്റെ ബോഡിയിൽ നിന്നും ഈ ഫീറ്റസിൻ്റെ ബോഡിക്കകത്തേക്ക്, ആൻഡ് ഫീറ്റസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ മദറിൻ്റെ ബോഡിക്കകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതുപോലെ വേസ്റ്റിനെ റിമൂവ് ചെയ്യണം. ഫീറ്റസിൻ്റെ വേസ്റ്റിനെ റിമൂവ് ചെയ്യണ്ടേ? സോ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് സെക്രീറ്റ്സ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇറ്റ് ആക്ട് ആസ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. It secretes the hormones like estrogen, progesterone, and HCG, that is a human chorionic gonadotropin, and HPL, it is the human placental lactogen. ഈ ഹോർമോൺസ് ആണ് ജനറലി സെക്രീറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഈസ്ട്രോജൻ ഉണ്ടാക്കും, പ്രൊജസ്ട്രോൺ ഉണ്ടാക്കും, ആൻഡ് HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോപ്പിൻ, HPL, human placental lactogen, and it acts as a barrier. കാരണം മദറിൻ്റെ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളും ഫീറ്റസിൻ്റെ ബോഡിക്കകത്ത് കയറാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മിക്സിങ് ഒരു പരിധി വരെ പാടുള്ളൂ. സോ ഒരു ബാരിയറായിട്ട് ഇടയ്ക്കുമുള്ള ട്രാൻസ്പോർട്ടിനൊക്കെ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു കാര്യമാണ് ഹോർമോൺസ് പറഞ്ഞു നമ്മൾ. HCG ഉണ്ട്, HPL ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടെ HCGക്ക് ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആണ് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? യൂറിൻ ടെസ്റ്റ് ചെയ്യാം. അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് HCG ആണ്. HCG ഉണ്ടാക്കുന്ന ആരാ? പ്ലാസൻ്റയാണ്. സോ HCG ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? പ്ലാസൻ്റ ഫോം ചെയ്തു. സോ ദാറ്റ് ലേഡി ഈസ് പ്രഗ്നൻറ്റ്. സോ ആ പ്രഗ്നൻസി ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഹോർമോണാണ് HCG. സോ ഇതൊക്കെയാണ് ഹോർമോൺസ്. ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്നു. അതേപോലെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വേസ്റ്റ്, ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ബാരിയർ. ഇത്രയുമാണ് പ്ലാസൻ്റേൻ്റെ ഫങ്ഷൻ. യെസ്. അപ്പോൾ പ്ലാസൻ്റ ഫോം ചെയ്തു. എന്താ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസീൻ്റെ ലാസ്റ്റ് കാലഘട്ടം ആകുമ്പോഴേക്ക് ദ ഓവറി പ്രൊഡ്യൂസ് ഹോർമോൺ നോൺ ആസ് റിലാക്സിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കും. അപ്പോൾ പ്ലാസൻ്റ കുറേ ഹോർമോൺസ് ഉണ്ടാക്കുന്നു, അപ്പോൾ ഓവറി കുറേ ഹോർമോൺസ് ഉണ്ടാക്കുന്നു. അങ്ങനെ കുറേ ഹോർമോൺസ് ഈ പ്രഗ്നൻസി കണ്ടീഷനിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്തു, അവിടെ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഉള്ളിൽ കാണുന്ന ഇന്നർ സെൽ മാസ് ഡെവലപ്സ് ടു ദ എംബ്രിയോൺ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇറ്റ് ഡെവലപ്സ് ടു 3 ലെയർ സ്ട്രക്ചർ. ഒരു 3 ലെയർ സ്ട്രക്ചർ ഫോം ചെയ്യും. ഔട്ടർ ലെയർ ആണ് എക്ടോഡേം, മിഡിൽ ലെയർ മീസോഡേം, ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ എൻഡോഡേം. ഈ 3 ലേയേഴ്സിന് പറഞ്ഞ പേരാണ് എന്താ പറയുക? ജേം ലേയേഴ്സ് എന്ന് പറയും. ജേം ലേയേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ജേം ലേയേഴ്സ് നമ്മൾ പഠിച്ചതല്ലേ? സോ ജേം ലേയേഴ്സ് ഫോം ചെയ്തു. ഏതൊക്കെയാണ് ലേയേഴ്സ്? ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം, ആൻഡ് ഇന്നർ എൻഡോഡേം. ഈ 3 ജേം ലേയേഴ്സ് ഫോം ചെയ്തു. ഈ ജേം ലേയേഴ്സ് ഫോം ചെയ്തതിന് ശേഷമാണ് ടിഷ്യൂസ് ഫോം ചെയ്യും, ഓർഗൻസ് ഫോം ചെയ്യും. അപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടിഷ്യൂസ്, ഓരോ ഓർഗൻസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഓരോ ലേയേഴ്സിനും ഓരോ സ്പെസിഫിക് ആയ ഓർഗൻസൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓർഗൻസൊക്കെ ഫോം ചെയ്തു. അതേപോലെ അവിടെ കാണുന്ന വേറൊരു സെല്ലാണ് സ്റ്റെം സെൽസ് എന്ന് പറയും. സ്റ്റെം സെൽസ് എന്ന് പറയാറുണ്ട്. സ്റ്റെം സെൽസ് എന്ന് വെച്ചാൽ എന്താ? ടിഷ്യൂസൊക്കെ ഫോം ചെയ്യുന്നതിൻ്റെ മുൻപുള്ള സെൽസിനെ, ഡിഫറൻഷിയേഷൻ, ടിഷ്യൂ ഫോർമേഷൻ നടക്കുന്നതിൻ്റെ മുൻപുള്ള സെൽസിനെ പറഞ്ഞ പേരാണ് സ്റ്റെം സെൽസ്. ആ സ്റ്റെം സെല്ലിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ക്യാൻ ഫോം എനി ടൈപ്പ് ഓഫ് ടിഷ്യൂസ്, എനി ടൈപ്പ് ഓഫ് ഓർഗൻസ് ഉണ്ടാവാൻ കപ്പാസിറ്റിയുള്ള സെൽസിനെ പറഞ്ഞ പേരാണ് സ്റ്റെം സെൽസ്. അപ്പോൾ സ്റ്റെം സെൽസ് ഒക്കെ ഉള്ള സ്റ്റേജ് കഴിഞ്ഞു. 3 ലെയേർഡായിട്ടുള്ള 3 ലെയേർഡായ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. എക്ടോഡേം, മീസോഡേം, എൻഡോഡേം ഉള്ള സ്ട്രക്ചർ ഫോം ചെയ്തു. അതിനകത്തുനിന്ന് ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. അതിനകത്തുനിന്ന് ഓർഗൻസ് ഫോം ചെയ്തു. ആ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഡെവലപ്മെൻറ്റിനെ നമുക്ക് 3 പീരീഡുകളെ ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ട്രൈമസ്റ്റർ 3 മാസക്കാലമാണ്. സോ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസമാണ്. സോ ഫസ്റ്റ് 3 മന്ത്സിനെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് 12 വീക്സ്. 3 മാസമാണല്ലോ, അപ്പോൾ 12 വീക്സ്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓർ 3 months ഓർ 12 വീക്സ്. രണ്ടാമത്തത് സെക്കൻഡ് ട്രൈമസ്റ്റർ ഓർ 6 months ഓർ 24 വീക്സ്. 6 മാസം ആകുമ്പോഴല്ലേ അടുത്ത 3 മാസക്കാലാവധി ഉണ്ടാവുക. സോ 6 മാസം ആകുമ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. അല്ലെങ്കിൽ 24 ആഴ്ച. 24 ആഴ്ച ചെയ്യുമ്പോഴല്ലേ ഏകദേശം 6 മാസം ആവുന്നത്. യെസ്. ദെൻ അടുത്ത 3 മാസം ആകുമ്പോൾ 9 മാസമായല്ലോ. 9 മാസമാകുമ്പോൾ അതിനാണ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ 36 വീക്സ്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓർ 3 months ഓർ 12 വീക്സ്. സെക്കൻഡ് ട്രൈമസ്റ്റർ ഓർ 6 months ഓർ 24 വീക്സ്. തേർഡ് ട്രൈമസ്റ്റർ ഓർ 9 months ഓർ 36 വീക്സ്.
ആൻഡ് 9 months ആണ് നമ്മുടെ ജസ്റ്റേഷൻ പീരീഡ്. നമുക്കറിയാലോ നമ്മുടെ ജസ്റ്റേഷൻ പീരീഡ്, നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് 9 months ആണ്. 9 months കഴിയുമ്പോൾ പാർച്ചുറേഷൻ ഉണ്ടാവും. യെസ്, ഇനി ഈ പീരീഡിൽ ഉണ്ടാവുന്ന ഈ 9 months ഉണ്ടാവുന്ന എംബ്രിയോൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് മന്ത് ആകുമ്പോൾ തന്നെ എംബ്രിയോൻ്റെ ഹാർട്ട് ഈസ് ഫോംഡ്. ഹാർട്ട് ഫോം ചെയ്തു, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു. നമുക്ക് അവിടെ പല ഇൻസ്ട്രുമെൻറ്റ്സ്, സ്റ്റെതസ്കോപ്പ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് ആ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് മന്ത് ആകുമ്പോഴേക്ക് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ഓഫ് ദ എംബ്രിയോ ഇസ് ഫോം. നമുക്ക് ഈ പിക്ചറിലൊക്കെ കാണാം ചെറുതായിട്ട് ലിംസും ഡിജിറ്റ്സും ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു. ആൻഡ് തേർഡ് മന്ത് ആകുമ്പോൾ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ 12 weeks ആകുമ്പോഴേക്ക് മേജർ ഓർഗൻസ് ആർ ഫോം. എംബ്രിയോൻ്റെ മേജർ ഓർഗൻസ് എല്ലാം ഫോം ചെയ്തു. ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റീലി വരെ ഫോം ചെയ്ത് കഴിഞ്ഞു. അതായത് ഫസ്റ്റ് മന്ത് ആകുമ്പോൾ ഹാർട്ട് ഫോം ചെയ്തു, സെക്കൻഡ് മന്ത് ആകുമ്പോഴേക്ക് ലിംസ് ആൻഡ് ഡിജിറ്റ് ഫോം ചെയ്തു, ആൻഡ് തേർഡ് മന്ത് ആകുമ്പോഴേക്ക് എല്ലാ മേജർ ഓർഗൻസും ഫോം ചെയ്തു, എക്സ്റ്റേണൽ ജെനൈറ്റീലി ഫോം ചെയ്തു. ദെൻ ഫിഫ്ത്ത് മന്ത് ആകും, അടുത്ത ഡെവലപ്മെൻറ്റ് പീരീഡ് പറയുന്നത് ഫിഫ്ത്ത് മന്ത് ആകുമ്പോഴേക്ക് എംബ്രിയോൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് ആ മൂവ്മെൻ്റ് ഒക്കെ പുറത്ത് ഫീൽ ചെയ്യാനൊക്കെ പറ്റും. സോ എംബ്രിയോൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹെയർസ് ഓൺ ഹെഡ്, തലയിലിൻ്റെ മുകളിലുള്ള കുറച്ച് ഹെയർസ് ഒക്കെ ഫോം ചെയ്തു. ആൻഡ് ദെൻ നെക്സ്റ്റ് 6th മന്ത് ആകുമ്പോഴേക്ക്, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ ഓർ 24 weeks ആകുമ്പോഴേക്ക് എംബ്രിയോൻ്റെ ബോഡിയിൽ മൊത്തം എല്ലാ സ്ഥലത്തുമുള്ള ഫൈൻ ഹെയർസ് ഒക്കെ ഫോം ചെയ്തു. ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്തു, ഐ ലാഷസ് ഫോം ചെയ്തു. അപ്പോൾ 5 months ആകുമ്പോഴേക്ക് എംബ്രിയോൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 6 months ആകുമ്പോഴേക്ക് എംബ്രിയോൻ്റെ ബോഡിയിലുള്ള ഫൈൻ ഹെയർസ് ഡെവലപ്പ് ചെയ്യുന്നു, ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു, ഐ ലാഷസ് ഫോം ചെയ്യുന്നു. ആൻഡ് 9th month ആകുമ്പോഴേക്ക് എംബ്രിയോ ഇസ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഇസ് റെഡി ഫോർ പാർച്ചുറേഷൻ. യെസ്, അതാണ് നെക്സ്റ്റ് പ്രോസസ്സ്, പാർച്ചുറേഷൻ. യെസ്, അപ്പോൾ പാർച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ബർത്ത് ആണ്. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ 9 months ഗ്രോത്ത് എല്ലാം കഴിഞ്ഞ് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ പാർച്ചുറേഷൻ. ദ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് സ്റ്റാർട്ട്സ് മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻസ് നോൺ ആസ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. അപ്പോൾ യൂട്രസ് നമുക്കറിയാം 3 layers ആണ്. ഔട്ടർ ലെയർ പെരിമെട്രിയം, മിഡിൽ മയോമെട്രിയം, ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയം. ദ മിഡിൽ മയോമെട്രിയം ഈസ് മെയ്ഡ് ഓഫ് മസിൽസ് ആണ്. ആ മസ്കുലാർ ലെയറിൻ്റെ കൺട്രാക്ഷൻ ആണ്, ആ മൈൽഡ് കൺട്രാക്ഷൻ പറഞ്ഞ പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. ഈ ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻസ് നോൺ ആസ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. അപ്പോൾ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ആണ്. അതാണ് യൂട്രസിൻ്റെ മൈൽഡ് കൺട്രാക്ഷൻ. അപ്പോൾ യൂട്രസിൻ്റെ മൈൽഡ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി, maternal pituitary, മദറിൻ്റെ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് ദ പിറ്റ്യൂട്ടറി വിൽ റിലീസ് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു. ഓക്സിറ്റോസിൻ ഇറ്റ് ഈസ് ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് യൂട്രസിനകത്ത് കാണുന്ന സ്മൂത്ത് മസിൽസ് ആയ മയോമെട്രിയത്തിൻ്റെ മസിൽസിൻ്റെ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് ഓക്സിറ്റോസിൻ. സോ ഓക്സിറ്റോസിൻ വരുന്നു. അപ്പോൾ ഓക്സിറ്റോസിൻ വരുന്ന സമയത്ത് യൂട്രസിൻ്റെ കൺട്രാക്ഷൻ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവും. സ്ട്രോങ് കൺട്രാക്ഷൻ ആകുമ്പോൾ അഗെയിൻ സ്റ്റിമുലേഷൻ പോവും, പിറ്റ്യൂട്ടറിക്കകത്ത് ഈ ഓക്സിറ്റോസിൻ വീണ്ടും ഉണ്ടാവും. സോ വീണ്ടും അത് കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ചും കൂടി പിന്നെയും സ്റ്റിമുലേഷൻ പോകുന്നു. സോ ആ സ്റ്റിമുലേഷൻ വരുമ്പോൾ ഓക്സിറ്റോസിൻ പിന്നെയും ഉണ്ടാവും. അപ്പോൾ പിന്നെയും കൺട്രാക്ഷൻ ഉണ്ടാവും. സോ ഓക്സിറ്റോസിൻ വരുന്നതിനനുസരിച്ച് കൺട്രാക്ഷൻ കൂടുകയും വിഗറസ് ആയ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ വിഗറസ് കൺട്രാക്ഷനിലൂടെ റിസൾട്ട്സ് ഇൻ ദ എക്സ്പൾഷൻ ഓഫ് ദ ചൈൽഡ്. ആ കുട്ടി യൂട്രസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. വരുന്നത് ഏലിയ ബർത്ത് കനാൽ, സെർവിക്കൽ കനാൽ, യൂട്രസിൻ്റെ പുറത്തേക്കുള്ള സെർവിക്കൽ കനാൽ വഴി വജൈന വഴി പുറത്തേക്ക് വരുന്നു. ആ കുട്ടി പുറത്ത് വരുന്ന ആ കനാലിനെ പറഞ്ഞ പേരാണ് ബർത്ത് കനാൽ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദ പാർച്ചുറേഷൻ. സോ പാർച്ചുറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ, ഈ ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ mild uterine contractions known as fetal ejection reflex. Fetal ejection reflex uterus in the mild contraction ആണ്, and it will stimulate the secretion of the oxytocin from pituitary gland, and the oxytocin stimulate further contraction of the uterus, and further contraction also stimulate the production of oxytocin. അപ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, അത് യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കൺട്രാക്ഷന് വേണ്ടി. അങ്ങനെ ഫർദർ സ്ട്രോങ്ങർ വിഗറസ് കൺട്രാക്ഷൻ ലീഡിങ് ടു ദ എക്സ്പൾഷൻ ഓഫ് ദ ചൈൽഡ് നോൺ ആസ് പാർച്ചുറേഷൻ. അപ്പോൾ കുട്ടി പുറത്തു വന്നു. പാർച്ചുറേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഇസ് ദ ലാക്ടേഷൻ. ലാക്ടേഷൻ ഇസ് ദ സെക്രീഷൻ ഓഫ് മിൽക്ക്. മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ലാക്ടേഷൻ. ദ മാമറി ഗ്ലാൻഡ് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്.
സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ദ ഓൺസെറ്റ് ഓഫ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മാമറി ഗ്ലാൻഡ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് സെക്രീഷൻ ഓഫ് മിൽക്ക് ആഫ്റ്റർ പാർച്ചുറേഷൻ കഴിഞ്ഞാൽ മിൽക്ക് സെക്രീഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ പാർച്ചുറേഷൻ കഴിയുന്ന സമയത്ത് മിൽക്ക് സെക്രീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് മിൽക്ക് വരുന്ന ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ ഉണ്ടാക്കുന്ന ആ മിൽക്കിനെ പറഞ്ഞ പേരാണ് കൊളസ്ട്രോൾ. It is essential for the growth of a healthy child as it contains many antibodies. ആദ്യം വരുന്ന കുറച്ച് ദിവസങ്ങൾ വരുന്ന ഒരു യെല്ലോയിഷ് കളേർഡ് ഫ്ലൂയിഡാണ്. ആ യെല്ലോയിഷ് കളേർഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ പറഞ്ഞ പേരാണ് കൊളസ്ട്രോൾ. അതിനകത്ത് കുറേ ആൻറ്റിബോഡീസ് ഉണ്ട്. ആൻറ്റിബോഡീസ് ഒക്കെ വേണം കുട്ടിക്ക് ആവശ്യമായ ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ, കുട്ടിക്ക് റെസിസ്റ്റൻസ് പവർ ഉണ്ടാവാൻ വേണ്ടി, അങ്ങനെ കുട്ടിക്ക് ഹെൽത്തി ആവാൻ. സോ ഹെൽത്തി ചൈൽഡ് ഉണ്ടാവണമെങ്കിൽ കൊളസ്ട്രോൾ ഈസ് എസെൻഷ്യൽ. സോ അതാണ് ലാക്ടേഷൻ. ആൻഡ് ഈ മിൽക്ക് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയുമാണ് ലാക്ടേഷൻ. അപ്പോൾ നമ്മളെന്തൊക്കെ പറഞ്ഞു? നമ്മൾ പറഞ്ഞത് ജസ്റ്റേഷൻ, പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ ആണ്. കൂടുതൽ പറയാം. ജസ്റ്റേഷൻ എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ മുതൽ പാർച്ചുറേഷൻ വരെയുള്ള ഇവൻറ്റ്സിനെ പറഞ്ഞ പേരാണ് ജസ്റ്റേഷൻ. ആൻഡ് അവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ ശേഷമാണ്. ഇംപ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പുറത്തുകൂടി ഫിംഗർ ഷേപ്പ് പ്രോസസ്സുകൾ കോറിയോണിക് വില്ലി ഫോം ചെയ്യുന്നു. ആ കോറിയോണിക് വില്ലി ഇൻ്റർഡിജിറ്റേറ്റ്സ് വിത്ത് ദ യൂട്രൈൻ ടിഷ്യൂ ടു ഫോം ദ പ്ലാസെൻഡ ഫോം ചെയ്തു. ആൻഡ് പ്ലാസെൻഡ ഈസ് എ ultrafilter, transports nutrients, it transports respiratory gases, also act as endocrine gland by secreting the hormones like estrogen, progesterone, HCG and HPL. And the placenta act as a barrier. പ്ലാസൻ്റെ വഴി കുട്ടിയിലേക്കും അമ്മയിലേക്കും പോകുന്ന ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കടത്തിവിടുന്ന ഒരു ബാരിയറായിട്ടും പ്ലാസൻ്റ ആക്ട് ചെയ്യുന്നു. അപ്പോൾ പ്ലാസൻ്റ ഫോം ചെയ്യുകയാണ്. പിന്നെ ഫർദർ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇന്നർ സെൽ മാസ് it forms 3 layer structure: outer layer ectoderm, middle mesoderm and innermost layer endoderm. അങ്ങനെ 3 layer structure ഫോം ചെയ്തു. ആൻഡ് ആ 3 layer structure ഫോം ചെയ്ത് കഴിഞ്ഞാൽ then ടിഷ്യൂസ് ഫോം ചെയ്യുന്നു, അതിനുശേഷം ഓർഗൻസ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഡെവലപ്മെൻറ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഡെവലപ്മെൻറ്റ് പീരീഡ് 3 ടൈപ്പ് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ഫസ്റ്റ് 3 മാസത്തിന് ഫസ്റ്റ് ട്രൈമസ്റ്റർ, അടുത്ത 3 മാസത്തിന് സെക്കൻഡ് ട്രൈമസ്റ്റർ, അടുത്ത 3 മാസത്തിന് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. ട്രൈമസ്റ്റർ 3 മാസ കാലാവധി എന്ന് മനസ്സിലാക്കുക. സോ ആദ്യത്തെ 3 മാസം 3 months ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ 12 weeks എന്ന് പറയും. രണ്ടാമത്തത് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 6 months ആണ്, 24 weeks ആണ്. മൂന്നാമത്തത് തേർഡ് ട്രൈമസ്റ്റർ ആണ്, 9 months ആണ്, സോ 36 weeks ആണ്. സോ ആ 9 months ആണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം ഫസ്റ്റ് മന്ത് കഴിയുമ്പോൾ തന്നെ എംബ്രിയോയുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാൻ കഴിയും. ആൻഡ് സെക്കൻഡ് മന്ത് ആകുമ്പോഴേക്ക് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഫോംഡ്. തേർഡ് മന്ത് ആകുമ്പോഴേക്ക് മേജർ ഓർഗൻസ് ആർ ഫോംഡ്. തേർഡ് മന്ത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ. 12 weeks ആകുമ്പോഴേക്ക് മേജർ ഓർഗൻസ് ആർ ഫോംഡ്. ദെൻ ഫിഫ്ത്ത് മന്ത് ആകുമ്പോഴേക്ക് ഹെയർസ് ആർ ഫോംഡ് ഓൺ ദ ഹെഡ്. തലയുടെ മുകളിൽ ഹെയർസ് ഒക്കെ ഫോം ചെയ്തു. ആൻഡ് ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഫീറ്റസ് ഈസ് ഒബ്സർവ്ഡ് ബൈ 5th month. ആൻഡ് 6th month ആകുമ്പോഴേക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്ക് 24 weeks ആകുമ്പോഴേക്ക് ഫൈൻ ഹെയർസ് ആർ ഫോംഡ് ഓൺ. അതേപോലെ ഐലിഡ്സ് സെപ്പറേറ്റ്സ്, ഐലാഷസ് ഫോംസ്. അപ്പോൾ അത്രയുമാണ് 6 month ആകുമ്പോഴേക്ക്. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് 9th month എംബ്രിയോ ഇസ് ഫുള്ളി ഡെവലപ്ഡ് കഴിഞ്ഞു. ദ നെക്സ്റ്റ് വൺ ഇസ് ദ പാർച്ചുറേഷൻ ദ ചൈൽഡ് ബർത്ത് ആണ്. ആൻഡ് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് starts mild uterine contractions known as fetal ejection reflex. യൂട്രസിൻ്റെ മൈൽഡ് കൺട്രാക്ഷൻ ആണ്. യൂട്രസിൻ്റെ മയോമെട്രിയം സെക്കൻഡ് ലെയറായ മയോമെട്രിയത്തിൻ്റെ മസിൽസ് മെല്ലെ കൺട്രാക്ട് ചെയ്യുന്നു. ആ കൺട്രാക്ഷൻസ് ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, maternal pituitary gland to produce oxytocin. Oxytocin stimulates the further contractions, and further contraction ഉണ്ടാകുമ്പോൾ again it stimulate production of oxytocin. അങ്ങനെ വിഗറസ് ആയ കൺട്രാക്ഷൻസ് ഉണ്ടാകുന്നു. ആ വിഗറസ് കൺട്രാക്ഷനിലൂടെ യൂട്രസിനകത്തുള്ള കുട്ടി പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. അത് സെർവിക്കൽ കനാൽ വഴി, ബർത്ത് കനാൽ വഴി പുറത്തേക്ക് വരുന്നു. ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് പാർച്ചുറേഷൻ. സോ ചൈൽഡ് ബർത്ത് ഉണ്ടായി. പിന്നെ അടുത്ത് ലാക്ടേഷൻ ആണ്. ഇറ്റ് ഈസ് എ സെക്രീഷൻ ഓഫ് മിൽക്ക് സെക്രീഷൻ. മാമറി ഗ്ലാൻഡിൽ നിന്നാണ് മിൽക്ക് ഉണ്ടാവുന്നത്. ആൻഡ് മാമറി ഗ്ലാൻഡ് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്
ബൈ ദ ഓൺസെറ്റ് ഓഫ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മാമറി ഗ്ലാൻഡ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് സെക്രീഷൻ ഓഫ് മിൽക്ക് ആഫ്റ്റർ പാർത്തുറേഷൻ കഴിയുന്നതോടെ മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. And the milk secreted during initial days is known as colostrum. It is essential for the growth of a healthy child as it contains many antibodies. ഒരു യെല്ലോ കളർഡ് ഫ്ലൂയിഡ് ആണ് ആദ്യത്തെ കുറച്ച് ദിവസത്തെ സെക്രീഷൻ ഉണ്ടാവുക. അത് ഒരുപാട് ആൻറ്റിബോഡീസ് ഉള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു ഫ്ലൂയിഡ് ആണ് കോളസ്ട്രം ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഗ്രോയിങ് ചൈൽഡിന് എസെൻഷ്യൽ ആയ ഫ്ലൂയിഡ് ആണ് കൊളസ്ട്രം. അപ്പോൾ അത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ജസ്റ്റേഷൻ പറഞ്ഞു, പാർത്തുറേഷൻ പറഞ്ഞു, ലാക്ടേഷൻ പറഞ്ഞു. അതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. യെസ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യണം. അതിന് പുറമെ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെയാണ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയണം. അതേപോലെ എങ്ങനെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്ന കാര്യം പറയണം. അതാണ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.